ഒക്കെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണുന്ന എന്ത് എഡ്യൂക്കേഷനായിട്ടാ കാര്യം. മനുഷ്യൻ സ്വന്തം ജീവിതം കൊണ്ട് നടന്നിട്ട് എന്ത് ജീവിതം. അവിടെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നാം എപ്പോൾ വേണമെങ്കിലും തളരാൻ ബാധ്യസ്ഥരാണ്. ബിക്കോസ് സൊസൈറ്റി സെറ്റപ്പ് ഈസ് ലൈക്ക് ദാറ്റ്. ആണോ അല്ലേ? ഒരിക്കൽ ഭാര്യയോട് ഭർത്താവിനോട് ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ ഈ കല്യാണത്തിന് എന്താ ഇപ്പം ഈ അവസാന കാലം പിരിയാൻ നിശ്ചയിച്ചതെന്ന്. അപ്പം പറഞ്ഞു, എന്താ പിരിയാൻ നിശ്ചയിച്ചാൽ ഞങ്ങൾ എന്നും പിരിഞ്ഞിട്ടാണ് ജീവിച്ചത്, ഇതിപ്പോൾ ഡോക്യുമെൻ്റ് ആക്കിയെന്ന് മാത്രം. മനസ്സുകൊണ്ട് ഞങ്ങൾ എന്നോ പിരിഞ്ഞിട്ടായിരിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നതിനും ഭേദം അങ്ങനെ പിരിഞ്ഞിട്ട് ജീവിക്കുകയാണ്. അതാണ് അപ്പോൾ വാസ്തവമാണത്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ വിചാരിക്കും അവരൊറ്റയ്ക്കാണ് ജീവിക്കണതെന്ന്. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കേ അറിയില്ല ഇതെങ്ങനെയാണ് ജീവിക്കണതെന്ന്, അല്ലേ? രാവിലെ ആയി അയാൾ അയാളുടെ വഴിക്ക് പോവും, ഇവരുടെ വഴിക്ക് പോവും. ഈ ഗോസ് ഹിസ് വേ, ഐ ഗോ മൈ വേ. ഭാര്യ നാരായണീയം കക്ഷത്ത് വയ്ക്കും, അദ്ദേഹം സ്പിരിറ്റിലും പോകും. രണ്ടുപേരും ഹൈലി സ്പിരിറ്റിലാണ് വീട്ടിലേക്ക് എത്തുന്നത്. അതാണ് ജീവിതം. പിന്നെ എന്താ ലോകം എന്ന് പറയുന്നത്? അപ്പം അതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. പോട്ടെ, അപ്പോൾ എവിടെയാണ് നമ്മൾ ഈ മനസ്സ് നമ്മളെ തളർത്താത്ത വിധത്തിൽ ഉയർത്തേണ്ടത്? കാരണം നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം, രോഗങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം, കൂടെയുള്ളവർ പിരിയുന്നത് നമ്മൾ അറിയണം. അതൊക്കെ അറിഞ്ഞ് തന്നെ ജീവിക്കണം. അപ്പോൾ ഈ മനസ്സിന് ഇത്രയും കഴിവുള്ളൂ എന്ന്. അവിടെയാണ് ബുദ്ധി കൊണ്ട് ഋഷീശ്വരന്മാർ പറയുന്നത്, നിങ്ങൾക്ക് നഷ്ടപ്പെടാത്തൊരു സമ്പത്ത് കൂടെ ഉണ്ടെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നഷ്ടത്തിൽ നിന്നും ആരിലേക്ക് ശ്രദ്ധ തിരിക്കാം? നഷ്ടപ്പെടാത്തതായൊരു സമ്പത്തിലേക്ക്. പട്ടതിരിപ്പാട് പറയും, ഏതാണ് ആ സമ്പത്ത്? 91-ാം ദശകം നാരായണീയത്തിൽ ശ്രീകൃഷ്ണതൊൽപദോപാസനമഭയതമം ബദ്ധമിത്യാർത്ഥദൃഷ്ടേ മർത്യസ്യാത്യസ്യ മന്യേ വ്യവസരതി ഭയം യേന സർവാത്മനൈവ യൽ താവൽ ത്വൽപ്രണീതാനിഹഭജന വിധിന്നാസ്തിതോ മോഹമാർഗൈ യാവന്നപ്യാവൃതാക്ഷസ്കലദിനകുഗതിൽ ദേവദേവാഖിലാത്മൻ. നാരായണീയത്തിൽ 91-ാം ദശകം പട്ടതിരിപ്പാട് തുടങ്ങുന്നത് ശ്രീകൃഷ്ണതൊൽപദോപാസനം അഭയതമം. ഭയത്തിൽ നിന്ന് മുക്തമാവാൻ, ദുഃഖത്തിൽ നിന്ന് മുക്തമാവാൻ മനസ്സാരിലേക്ക് തിരിക്കണം. ശ്രീകൃഷ്ണതൊൽപദോപാസനം. ആരാണ് ഈ ശ്രീകൃഷ്ണൻ? പട്ടതിരിപ്പാടിന് വ്യക്തമാണ്. ആരാ ശ്രീകൃഷ്ണൻ? പറഞ്ഞല്ലോ, ഭഗവാൻ എല്ലാവരുടെയും നിശേഷമാത്മാനമേനം ഗുരുവവനപുരാധീശമേവാശ്രയാമ. ആര് തന്നെയാണ്? ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹമായിട്ടല്ല അദ്ദേഹം കാണുന്നത്. അദ്ദേഹം എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പനിലേക്ക് ആർക്കു ഭാസിച്ചുറപ്പിക്കാൻ സാധിക്കൂ? അഭയതമം ബദ്ധമിത്യാർത്ഥദൃഷ്ടേ മത്യസ്യാത്യസ്യ മന്യേ വ്യപസരതി ഭയം സർവാത്മനൈവ. സർവാത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റുമോ? കഴിവുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ നിങ്ങൾക്ക് ഭയത്തിൽ നിന്ന് മുക്തമാവും. അത് ഭാഗവതത്തിൽ നിന്ന് എടുത്തതാണ്. പട്ടതിരിപ്പാട് അതേ ശ്ലോകത്തെ പറയും, മന്യേ അകുതശ്ചിൽ ഭയം അച്യുതസ്യ പാദംബുജോപാസനമത്ര നിത്യം ഉദ്ധിഗ്നബുദ്ധേരസദാത്മ ബുദ്ധ്യാൽ വിശ്വാത്മനായത്ര നിവർത്തതേരി. ഭാഗവതത്തിൽ പറയുന്നതാണത്. അവിടെ ശ്രീ ശുഗ ബ്രഹ്മർഷി പറയാണ്, അച്യുതസ്യ പാദംബുജോപാസനം. ആരിലേക്ക് തിരിയണം? വീട്ടിലുള്ള അച്യുതനല്ല. ഏതച്യുതൻ? ഈ ശരീരം ചുതിയുള്ളതാണ്. ഈ ചുതിയുള്ള ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തി, ചൈതന്യം, അത് തന്നെയാണ് അച്യുതൻ. അപ്പോൾ അങ്ങനെ ഒരു ശക്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ച് അതിൽ മനസ്സുറപ്പിച്ചാൽ, നഷ്ടങ്ങളിൽ നിന്നും നഷ്ടപ്പെടാത്തതിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ മനസ്സുയരില്ലേ? ഉണ്ടോ? അപ്പൊ നമുക്ക് നഷ്ടബോധവും വേണം. നഷ്ടബോധത്തിലാണ് നമ്മൾ പ്രകൃതിയിലിരിക്കുന്നത്. നമുക്ക് നഷ്ടപ്പെടാത്തതിനെ കുറിച്ചുള്ളൊരു ബോധവും വേണം. ഇതാണ് സാന്ദ്രാനന്ദാവബോധം. ഈ ബോധത്തിന്റെ പേരാണ് എന്ത് ബോധം? നാരായണീയം വായിക്കാറില്ലേ? വെറുതെ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് വായിക്കരുത്. എന്നിൽ നിറഞ്ഞിരിക്കുന്ന സാന്ദ്ര ആനന്ദ അവബോധം, അതിലേക്ക് അങ്ങോട്ട് ശ്രദ്ധ തിരിക്കുക. വളരെ ശ്രദ്ധിക്കണേ. ആത്മീയത എന്ന് പറയുന്നത് പ്രയർ അല്ല. ആത്മീയത എന്ന് പറയുന്ന അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്നതാണ്. നഷ്ടപ്പെടുന്നതിൽ നിന്നും നഷ്ടപ്പെടാത്തതിലേക്ക് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള കഴിവാണ് ആത്മീയത. അപ്പൊ നമുക്ക് മനസ്സിനെ ഒന്ന് താഴ്ത്തും, മറ്റൊന്ന് ഉയർത്തും. നഷ്ടപ്പെടാത്തൊരു ഭഗവാൻ കൂടെ ഉണ്ടല്ലോ. നോക്കൂ, നിങ്ങൾ പൂന്താനത്തെ പഠിക്കപ്പോൾ വേഗം മനസ്സിലാവും. ഉണ്ണി നഷ്ടപ്പെട്ടു എന്നത് ആ ബോധം അദ്ദേഹത്തിന് തളർത്തും. ഉണ്ടോ? 1900 ഒരേ ഒരു ഉണ്ണി നഷ്ടപ്പെടുമ്പോൾ ആരാ തളരാതിരിക്കുക? പക്ഷെ അദ്ദേഹം തളർന്നില്ല. അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിഞ്ഞു. പറയാലോ വരികള് എങ്ങോട്ട് തിരിഞ്ഞു? നിത്യം ആരിലേക്ക് തിരിഞ്ഞു? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അയാളുടെ ശ്രദ്ധ നഷ്ടപ്പെടാത്ത ഒരു
ഭഗവാനിലേക്ക് തിരിയുമ്പോൾ അദ്ദേഹം മാനസികമായിട്ട് ഉയരുകയല്ലേ ചെയ്തത്? ആണോ? അപ്പൊ ഈ ശ്രദ്ധ തിരിക്കാനുള്ള കഴിവാണ് ആത്മീയത. ഇത് മനസ്സിൽ ഉൾക്കൊള്ളണം നമ്മൾ. ശരിക്കും അമ്പലത്തിൽ പോയിട്ടൊക്കെ സാധിക്കുന്നത് ഇതാണ്. നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോഴല്ലോ എഫേർട്ട് ഇല്ലാതെ നടക്കുന്നുണ്ട്. എഫേർട്ട് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ ഇതൊക്കെ കാണുമ്പോൾ അലങ്കാരങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളടുത്ത്, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശ്രദ്ധ വിഷമത്തിൽ നിന്നും ആരിലേക്ക് വരുന്നുണ്ട്? ഭഗവാനില്. പക്ഷെ അത് എഫേർട്ട് ഇല്ലാതെ വന്നതുകൊണ്ട് വീണ്ടും നമ്മൾ അവിടുന്ന് പുറത്തു കിടക്കുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നത് മാത്രം. എന്നാൽ ഇത് നല്ലവണ്ണം ബുദ്ധിയിൽ ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ സാധിക്കും. വാസ്തവത്തിൽ ദുഃഖത്തിൽ നിന്നുള്ള മോചനം ശ്രദ്ധ തിരിക്കലാണ്. നിങ്ങൾക്കറിയുന്ന കാര്യമാണ്, ഞാൻ അറിയാത്ത കാര്യമല്ല പറയുന്നത്. അപ്പൊ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടി എന്തെങ്കിലും സാധനം കിട്ടാൻ വേണ്ടി പിടിവാശി വെച്ച് കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ സാധനം വീട്ടിലില്ലെങ്കിൽ ചോക്ലേറ്റ് തീർന്നു പോയി. അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ? ബുദ്ധിയില്ലാത്ത അമ്മയാണെങ്കിൽ ഒന്ന് പെടച്ചിട്ട് പറയാം അച്ഛൻ്റെ അതേ സ്വഭാവം എന്നാണ്, അല്ലേ? അതേപോലെ കിട്ടിയിരിക്കണം, 2 പൊട്ടിച്ചു കൊടുക്കും. ആ അച്ഛനോടുള്ള ദേഷ്യം കൂടി തീർക്കും അവിടെ. ഒത്തിരി ബുദ്ധിയുള്ള അമ്മയാണെങ്കിൽ ആ കുട്ടിയുടെ ശ്രദ്ധ വേറെ വല്ലതിലേക്കും തിരിച്ചെത്തി. അപ്പൊ നോക്കും അപ്പുറത്ത് ആരാ അങ്കിള് പോണോ, അങ്കിളുടെ തലയിൽ എന്താ മുടിയില്ലല്ലോ, എവിടെ പോയി അപ്പോ അങ്കിളെ മുടി എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറഞ്ഞ ആ കുട്ടിയുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കും. അപ്പൊ നമുക്കറിയാം കുട്ടി ആ സമയത്ത് എന്ത് മറക്കണം? ചോക്ലേറ്റ് മറന്നിട്ട് വേറെ എന്തിലേക്ക് ശ്രദ്ധ വരുമ്പോൾ ദുഃഖം പോയി. ഉണ്ടോ ഇല്ലയോ? അത് നമുക്ക് കുട്ടികളിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളിലും ഇത് തന്നെ ഇങ്ങോട്ട് ചെയ്താൽ പോരെ. പക്ഷെ നമ്മളിൽ ആര് വരും? അപ്പൊ ചിലപ്പോൾ ഉണ്ടല്ലോ കുട്ടികൾ നമ്മളെ ശ്രദ്ധ തിരിക്കും. അതാണ് അവരുടെ കഴിവ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കുന്ന സമയത്ത് അവരുടെ ശ്രദ്ധ അതിലേക്ക്, നമ്മുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരും. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. വീട്ടിലാരെങ്കിലും ഗസ്റ്റുകളൊക്കെ വന്നാലുണ്ടല്ലോ, നമ്മൾ അവരോട് വർത്തമാനം പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അവർ കാണിച്ചിട്ട് അവരിലേക്ക് കൊണ്ടുവരും. ഉണ്ടോ? അപ്പൊ ആ കഴിവ് അവർക്കുണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ അവർ ഇങ്ങോട്ട് ചെയ്യല്ലോ. അതാണല്ലോ അതിന്റെ സ്വഭാവം. ഒരിക്കലും അമ്മ കുട്ടിക്ക് ഉപദേശം കൊടുത്തിട്ട് പറഞ്ഞു, എന്ത് കിട്ടിയാലും കുട്ട സന്തോഷം ഉണ്ടാവണം. അച്ഛൻ എന്ത് കൊണ്ടുവന്നാലും കുട്ടിക്ക് ഇഷ്ടമില്ല. ഇങ്ങനെ ആവരുത്, അച്ഛൻ തന്നാൽ സന്തോഷത്തോടെ മേടിക്കണം, താങ്ക് യു ഡാഡി എന്ന് പറയണം. കുട്ടി അതൊക്കെ പഠിച്ചു വെച്ചു. അച്ഛൻ എന്ത് കൊണ്ടുവന്നാലും താങ്ക് യു ഡാഡി എന്ന്. അപ്പോൾ ഇങ്ങനെ അച്ഛൻ കൊണ്ടുവരുന്ന സാധനത്തിൽ പൊട്ടൻ എന്താ കൊണ്ടുവരുന്നതാണ് കുട്ടിയുടെ മൂഡ്. കാരണം കൊണ്ടുവരുന്ന ചോക്ലേറ്റ് ആ കുട്ടിക്ക് ഇഷ്ടമല്ല, ഡ്രസ്സും ഇഷ്ടമല്ല. എന്നാലും പറയും താങ്ക് യു ഡാഡി, ഒരു എന്തോ കഷ്ടപ്പെട്ടിട്ട് പറയുന്ന പോലെ. അപ്പൊ ഇതൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തിട്ട് ഒരു ദിവസം അമ്മ കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് കാണുകയാണ്. പരീക്ഷ കഴിഞ്ഞ് പ്രോഗ്രസ് കാർഡ് കൊണ്ടുവന്നപ്പോൾ ആകെ മോശം. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര ദേഷ്യം വന്നു. ഉടനെ കുട്ടി പറഞ്ഞു, അമ്മയല്ലേ പറഞ്ഞത് എന്ത് കിട്ടിയാലും നമുക്ക് സന്തോഷം, താങ്ക് യു മോനെ എന്ന് പറയൂന്ന്. താങ്ക് യു ഡാഡി എന്ന് പറയുന്ന പോലെ ഇങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ ഉപദേശിക്കുന്നത്, നമുക്ക് തന്നെ അങ്ങോട്ട് തിരിച്ചു കിട്ടും ചിലപ്പോൾ. അതുകൊണ്ട് ശ്രദ്ധിക്കൂ, ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ ഡൈവേർട്ട് ചെയ്യലാണ്. ഏതിൽ നിന്ന്? നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യത്തിൽ നിന്നും നമുക്ക് ശക്തി തരുന്ന, ധൈര്യം തരുന്ന, പ്രചോദനം തരുന്ന, ഊർജം തരുന്ന ഒരു ശക്തിയിലേക്ക്. അത് മറ്റാരുമല്ല, നമ്മളിൽ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്ന. പക്ഷെ അതിലേക്ക് കൊണ്ടുവരാൻ ചിലർക്ക് പ്രയാസമാണ്. എന്താ പ്രയാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ മനസ്സിനെ പ്രാക്ടീസ് ചെയ്തെടുത്തിട്ടില്ല. ചൈതന്യത്തിൽ നിന്ന് മനസ്സുറപ്പിക്കാൻ. ഏത് കാര്യത്തിലും സൂക്ഷ്മതയിലേക്ക് മനസ്സ് കടക്കണമെങ്കിൽ കുറെ പ്രാക്ടീസ് വേണം. ഏതുപോലെ വെച്ചാൽ ഈ സൂചിയിൽ നൂല് കോർക്കണ പോലെയാണത്. അപ്പൊ നൂല് കുറക്കണമെങ്കിൽ അതിന്റെ അറ്റം വളരെ ഷാർപ്പാക്കണം. എന്നാൽ തന്നെ അത് ആയി കിട്ടാൻ വലിയ പ്രയാസമാണ് ചിലർക്ക്, ഇല്ലേ? സൂചി നൂലും കൊടുത്തു കഴിഞ്ഞാൽ ചില ദിവസം തന്നെ മതി ചിലർക്ക്. കൈ ഇങ്ങനെ ലേശം ഒരു ഇളകുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് പോകട്ടതിൻ്റെ അകത്തേക്ക്. അപ്പൊ അതുപോലെയാണത്. ആ സ്കൂർത്ത അറ്റം ഒന്നങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് അപ്പുറത്തേക്ക് ചില എത്ര മെനക്കെടാ ചെയ്യല് കാണാതെ ചില അമ്മമാരൊക്കെ ഇങ്ങനെ വെച്ചോ ഒന്നും കൂടി തിരിച്ച് വീണ്ടും വെച്ച് അപ്പുറത്തേക്ക് വലിക്കാത്ത കൂടെ ഇപ്പുറത്തേക്ക് തന്നെ വന്നിട്ടുണ്ടാവും. വീണ്ടും അത് എന്തെല്ലാം പടികളാണ് ഒപ്പിക്കുന്നത്. ഇതുപോലെയാണ് മനസ്സിനെ സൂക്ഷ്മതയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. നമ്മൾ ചിലപ്പോൾ അതൊക്കെ മറന്നുപോകും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം സ്വഭാവം ഉണ്ടല്ലോ, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരങ്ങളൊക്കെ രൂപത്തിലൂന്നിയ സംസ്കാരമാണ്. സ്വഭാവത്തെ മാറ്റാൻ നമുക്ക് പെട്ടെന്ന് സാധ്യമല്ല. പണ്ടൊരു ഗ്രാമത്തിലൊരു ഫുട്ബോൾ കളിയുടെ കഥ പറഞ്ഞ പോലെയാണ്. ഗ്രാമത്തിൽ ഫുട്ബോൾ കളി നടക്കുകയാണ്, ഗംഭീര മാച്ച്. അപ്പൊ പല ഗ്രാമത്തിൽ നിന്നും കുട്ടികളൊക്കെ വന്നിട്ട് കളിക്കുകയാണ്. കുട്ടികൾ വലിയ ഒരു മിഡിൽ ഗ്രൂപ്പ് വന്നിട്ട് അങ്ങനെ അവസാനം ഫൈനലിൽ എത്തുകയാണ് കളി. ഫൈനലിൽ എത്തുമ്പോണ്ടല്ലോ ഒരു ഗ്രൂപ്പിന്റെ ഗോളിയുടെ അമ്മ മരിച്ചു. അപ്പൊ അവർക്ക് ഇനി ഒരു ഗോളി വേണം, എവിടുന്നാ കിട്ടുക? അന്വേഷിച്ച് അവർ നടക്കുമ്പോൾ അവരുടെ മെയിൻ മാർക്കറ്റിലൂടെ പോവുകയാണ് അവർ ഗോളി അന്വേഷിച്ചിട്ട്. അപ്പൊ നോക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടുകൊണ്ടാണ്.
ഈ എന്താണ് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ലോറി വന്നിട്ടുണ്ട്. അപ്പൊ ഒരുത്തൻ ലോറിയിൽ കയറിയിട്ട് മത്തൻ താഴോട്ട് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. താഴെ റോട്ടിൽ നിന്ന് ഒരുത്തൻ അത് പിടിക്കുന്നുണ്ട്, അവൻ കടയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൻ കല്യാണക്കാര്യം സംസാരിക്കുന്നുണ്ട്, വീട്ടിലെ കാര്യം സംസാരിക്കാനുണ്ട്, പണത്തിന്റെ കാര്യം ഒക്കെ പറയുന്നതിനിടയിൽ ഇത് ഇങ്ങനെ ശരി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചിരുന്നത്. അപ്പൊ ഇവർക്ക് കണ്ടപ്പോൾ തോന്നി ഇത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ഗോളിയെ കിട്ടാൻ പ്രയാസ. കാരണം എങ്ങോട്ട് നോക്കിയാലും ഇവന്റെ കയ്യിലാണ് വീണതേ, കൃത്യമായിട്ട് അത് വീഴുന്നത്. അപ്പൊ ഇവനോട് പറഞ്ഞു നിനക്കൊരു 2000 രൂപ തരാം, നീ ഗോളിയിട്ട് വരുമോ? 1000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അവന് വലിയ സമ്പത്താണ്. ഒരു ദിവസം 1 മണിക്കൂർ കളിച്ചാലേ ഇവിടെ 10 മണിക്കൂർ ജോലി ചെയ്താൽ 500 പോലും കിട്ടുന്നില്ല. അവൻ പറഞ്ഞു വരാലോ. പക്ഷെ ഇവരൊരു കാര്യം പറഞ്ഞു, ഈ സാധനം വന്ന് കയ്യിൽ വീണാൽ വിടരുതിട്ടോ എന്ന്. കാരണം അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് കയ്യിൽ കിട്ടിയ അപ്പം വിടുകയും, കാരണം അത് ശീലിച്ച് ദേവി അരച്ച സാധനം വിടരുതെന്ന് പറഞ്ഞു. ഓക്കെ, ഇവന് ട്രെയിനിങ് ഒക്കെ കൊടുത്തു. അങ്ങനെ ഫൈനൽ കളി വന്നു. അങ്ങനെ ഫുട്ബോൾ കളി നടന്ന അതിന്റെ ആവേശത്തിൽ 59 മിനിറ്റ്, 60ാമത്തെ മിനിറ്റിലേക്ക് ഗോളി അടിച്ചില്ലെങ്കിൽ വീണ്ടും എക്സ്റ്റൻഷൻ. ആ 60ാമത്തെ മിനിറ്റ് അങ്ങോട്ട് അടിക്കിയ സമയമാവുന്നതിന് മുമ്പ് പോസ്റ്റിലേക്ക് ഗോൾ വന്ന് വീണു. വന്നതും ഇവൻ എങ്ങനെയാ ചാടി പിടിച്ചതല്ല, അത്ര ശക്തിയിലാണ് പിടിച്ചത്. അവരെ ടീം മുഴുവൻ ആവേശത്തിലേക്ക് ഇങ്ങോട്ട് ഇരിക്കുമ്പോഴേക്കുണ്ടല്ലോ ആ നെറ്റിന്റെ ഉള്ളിലേക്ക് ഒരറ്റിയത്. കാരണം ഇവൻ കടയിലേക്ക് എറിഞ്ഞ് ശീലിച്ച് എന്ത് കിട്ടിയാലും അവൻ എറിയുന്ന സ്വഭാവമായി. അവൻ മറന്നുപോയി ബോളാണെന്നുള്ളത്. അവനെ കൈ കിട്ടിയപ്പോഴേക്കും ഓർമ്മ വന്നത് മത്തനോ ചേനയോ കുമ്പളോ എന്തോ സാധനം എന്നുള്ള. ഇതാണ് മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കേട്ടാലും പെട്ടെന്നൊന്നും ഇത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് വരുമോ? നേരത്തെ നന്നായി കേൾക്കുന്നൊക്കെ അതുപോലെ നമ്മൾ ഓർത്ത് വെച്ചിരുന്നുവെങ്കിൽ പിന്നെ ഓർക്ക് 4 ദിവസം അങ്ങനെ പറഞ്ഞിരുന്നല്ലോ അല്ലേ എന്ന്. ഇതാണ്. അതുകൊണ്ട് ക്രമേണ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. അപ്പൊ അതിനാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്, സൂക്ഷ്മതയെ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ സ്ഥൂലതയിൽ നിന്നും തുടങ്ങും. ശ്രദ്ധിക്കൂ നിങ്ങളെ. ഇതിനെയാണ് പറയാ ഉപാസന എന്ന് പറയാം. ഒന്ന് ധ്യാനമാണ്, മറ്റൊന്ന് ഉപാസനയാണ്. ഇത് രണ്ടും വ്യത്യാസം മനസ്സിലാക്കണം. വാട്ട് ഈസ് ധ്യാനം, വാട്ട് ഈസ് ഉപാസന? ധ്യാനം എന്ന് പറയുന്നത് മനസ്സ് പരിപൂർണമായി ലയിക്കുന്നതാണ് ധ്യാനം. മനസ്സ് എവിടെ നിന്നാണോ വന്നത് അതിലേക്ക് മനസ്സിനെ ചേർത്ത് വെക്കുന്നതാണ് ധ്യാനം. ഉപാസന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നിൽ മനസ്സിനെ ഏകാഗ്രമാക്കലാണ്. ഏകാഗ്രമുള്ള മനസ്സിനെ മറ്റൊന്നിൽ ലയിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത മനസ്സിന് ലയിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് താല്പര്യം കൊണ്ട് ഏകാഗ്രത വരണം, അല്ലെങ്കിൽ ശ്രദ്ധ കൊണ്ട് ഏകാഗ്രത വരണം, അല്ലെങ്കിൽ അറിവ് കൊണ്ട് ഏകാഗ്രത വരണം. ഇപ്പൊ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കുട്ടികളുടെ കോൺസെൻട്രേഷൻ നാച്ചുറലി സംഭവിക്കും. ഉണ്ടോ? ഒരു കഥയൊക്കെയാണ് പറയുന്നെങ്കിൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് വരും. അപ്പൊ കുട്ടികൾക്ക് അത് ഏകാഗ്രത വരും. ടീച്ചർ പറയണോ പ്ലീസ് ലിസൺ, അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറയണോ? ആവശ്യമില്ല. എന്നാൽ കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണ് ടീച്ചർ പറയുന്നതെങ്കിൽ ടീച്ചർ ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, കുട്ടികൾ വേറൊരു ഭാഗത്ത് നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണല്ലോ ക്ലാസ്സിൽ. ചില സമയത്ത് ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർ കാര്യമായിട്ട് കണക്ക് പഠിപ്പിക്കുന്ന സമയത്തുണ്ട് കുട്ടികളൊക്കെ ജനവാതിലിന്റെ നേരെയാണ് നോക്കണത്. അപ്പൊ കുട്ടികൾ ടീച്ചർ നോക്കുമ്പോൾ എന്താ, കുട്ടികൾ അവിടെ വന്നിരിക്കണ കൊരങ്ങനെയാണ് നോക്കണത്. ഇവിടെ കണക്കാ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് അങ്ങോട്ട് കലി വന്നു. അവസാനം ടീച്ചർ ഡെസ്കിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ അതിനെ നോക്കണത് എന്ന്. അപ്പോഴാ കുട്ടികൾക്ക് മനസ്സിലായി വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളത്. എന്താ പറയാ, ടീച്ചർ അവിടെ ഇരിക്കുന്ന സമയത്ത് അതിനെ നോക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നു. അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സാധാരണ ഏകാഗ്രത വരും. ഉണ്ടോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. നാമം ജപിക്കുമ്പോൾ ഏകാഗ്രത വരുന്നില്ല, ഒന്നിനും ഏകാഗ്രത കിട്ടാറില്ല, ധ്യാനിക്കുന്ന സമയത്ത് ഒട്ടും ഏകാഗ്രത വരുന്നില്ല, നാരായണീയം വായിക്കുമ്പോൾ മനസ്സ് അവിടെ പിടിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ഏകാഗ്രത ഇല്ലാത്തത്? എന്നാ അവരോട് ചോദിച്ചു നോക്കൂ, സീരിയൽ കാണുമ്പോൾ ഏകാഗ്രത ഉണ്ടോന്ന്. അതേ ഉള്ളൂ അതില്. ഇല്ലേ? സീരിയൽ കാണുമ്പോൾ ഏകാഗ്രത ഇല്ല. വള്ളി പുള്ളി വിടാതെ ഓർത്തു വെക്കിട്ട് ചെല്ലില്ല. എവിടുന്ന് കിട്ടി ഇത്ര ഏകാഗ്രത? അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഏതിൽ താല്പര്യമുണ്ടോ അതിൽ നല്ലോണം ഏകാഗ്രത ഉണ്ട്. ഏതിൽ താല്പര്യമില്ലേ അതിൽ